ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കൗതുക കാഴ്ചയാണ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ കലാ ഗാലറി ലൂവർ മ്യൂസിയം. 12ാം നൂറ്റാണ്ടിൽ 1190 ഫിലിപ്പ് രണ്ടാമൻ രാജാവാണ് ഇത് നിർമ്മിച്ചത്. അദ്ദേഹം ഇത് ഫ്രാൻസിന്റെ സുരക്ഷയ്ക്കായി ഒരു കോട്ട പോലെയാണ് നിർമ്മിച്ചത്. എന്നാൽ 14ാം നൂറ്റാണ്ടിൽ ചാൾസ് അഞ്ചാമൻ രാജാവ് ഇത് തന്റെ വസതിയാക്കി മാറ്റി. എന്നാൽ പിന്നീട് ലൂയി 14ാമന്റെ കാലത്ത് ഈ കൊട്ടാരം വൻതോതിൽ പുതുക്കിപ്പണിയുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള ചിത്രങ്ങളും ശില്പങ്ങളും ഇവിടെ ശേഖരിക്കുകയും തുടങ്ങി. എന്നാൽ ഇദ്ദേഹം തന്റെ താമസ സ്ഥലം വെഴ്സായ് കൊട്ടാരത്തിലേക്ക് മാറ്റിയപ്പോൾ ഇത് കലാകാരന്മാർക്കും എഴുത്തുകാർക്കും താമസിക്കാനും അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാനുമുള്ള ഒരിടമായി മാറി. 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ലൂവറിന്റെ ചരിത്രം മാറി മറിഞ്ഞു. 1793 ഓഗസ്റ്റ് 10 വെറും 537 ചിത്രങ്ങളുമായി ലൂവർ മ്യൂസിയം ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മ്യൂസിയത്തിന്റെ പ്രധാന കവാടമായ ആധുനിക കണ്ണാടി പിരമിഡ് 1989 നിർമ്മിച്ചതാണ്. പുരാതന കെട്ടിടവും ആധുനിക വാസ്തുവിദ്യയും തമ്മിലുള്ള മനോഹര സംയോജനമാണ് ഇത്. തുടർ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗ്ലോബൽ ഗോസിപ്പ് XYZ. താങ്ക് യു ഫോർ വാച്ചിങ്.